ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും കെ പി ടേസ്റ്റിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പൊരിയൊന്നുമല്ല, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ പച്ചക്കറിയാണ്. ഉണക്ക ചെമ്മീനും പച്ചക്കായും മുരിങ്ങക്കായും ചേർത്തുള്ള ഈ തേങ്ങ അരച്ച കറി ചോറിനോടൊപ്പം കഴിക്കാൻ അതീവ രുചിയാണ്. കേരളത്തിലുടനീളം ഉണ്ടാക്കുന്ന ഒരു നാടൻ കറിയാണിത്. ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പച്ചക്കായ എടുത്ത് ചതുരത്തിൽ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. 2 മുരിങ്ങക്കായാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതിൻ്റെ മുകളിലുള്ള തോലൊക്കെ കളഞ്ഞ് നമുക്കിതിങ്ങനെ കുറച്ച് നീളത്തിൽ മുറിച്ചെടുക്കാം. ഈ ചാനലിൽ ഇത്തരം നാടൻ കറികളാണ് അധികം ഉണ്ടാകുക. ഇതിഷ്ടമുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നന്നായിരിക്കും. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ പച്ചക്കറികൾക്ക് വളരെ വലിയൊരു സ്ഥാനമാണുള്ളത്. ശരീരത്തിനാവശ്യമായ ജീവകങ്ങളും ധാതുക്കളുമൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഇവയിൽ നിന്നാണ്. ഞാനിവിടെ ഒരു 100 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഉണക്ക ചെമ്മീനാണ്. നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. കുറച്ച് പുളിയും കുറച്ചധികം തന്നെ പുളി എടുത്തിട്ടുണ്ട്. ഇതും ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാം. നമുക്കിതിനു വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. കുറച്ച് മുളക്, ഏകദേശം 6-7 മുളക് എടുത്തിട്ടുണ്ട്. 3-4 അല്ലി വെളുത്തുള്ളി എടുത്തു. 1/2 സ്പൂൺ ജീരകവും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. 2 വലിയ സ്പൂൺ മല്ലിപ്പൊടിയും ഞാനിതിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് സ്മൂത്തായി അരച്ചെടുക്കാം. ഇവിടെ സ്മൂത്തായിട്ട് അരച്ചെടുത്തു. നല്ല കളറിലുള്ള ഒരു മിശ്രിതമാണിത്. നമുക്കിനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച്, മൺചട്ടിയാണ് ഞാൻ എടുക്കുന്നത്, അത് അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് നമ്മുടെ പച്ചക്കായ ഇടാം. ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച പുളി പിഴിഞ്ഞ് നമുക്കിതിലേക്ക് ചേർക്കാം. തക്കാളിയൊന്നും ഇതിലേക്ക് അധികം ചേർക്കുന്നില്ല, അതുകൊണ്ട് പുളി കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് ചേരുവകളൊക്കെ ഇതിലേക്ക് ചേർക്കാം. നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഉണക്ക ചെമ്മീൻ നമുക്കിതിലേക്ക് ചേർക്കാം. അരിഞ്ഞു വെച്ച പച്ചക്കായയും നമുക്കിതിലേക്ക് ചേർക്കാം. കൂടാതെ 10ഓളം ചെറിയ ഉള്ളിയും നമുക്കിതിലേക്ക് ചേർക്കാം. നെടുകെ പിളർന്ന 2-3 പച്ചമുളക് നമുക്കിതിലേക്കിടാം. ഇത് മൂടത്തക്ക വിധത്തിലുള്ള വെള്ളം ചേർത്ത് നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഞാനിപ്പോൾ തീ ഓൺ ചെയ്തിട്ടില്ല. ഇതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് തീ ഓൺ ചെയ്യാം. ഇപ്പോൾ തീ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് ചേർക്കാം. വലിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തത്. പിന്നെ തന്നെ പുളി നമ്മൾ ഇതിൽ നല്ലവണ്ണം ചേർത്തതാണല്ലോ. നമ്മൾ അരച്ചു വെച്ച കൂട്ട് ഇതിലേക്ക് ചേർക്കാൻ സമയമായി. നമുക്കിതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നീട് വീണ്ടും മൂടി വെച്ച് തന്നെ വേവിക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങ അരപ്പ് കൂടി ചേർക്കേണ്ടതുണ്ട്. അത് നമുക്ക് മിക്സി ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. അരച്ചെടുത്ത തേങ്ങ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ സമയമായി. നമുക്കിതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാരപ്പിട്ടതോടെ നമ്മുടെ പച്ചക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വറവിടാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കുറച്ച് ഉണക്കമുളകും ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതിലേക്കിടാം. ഇത് മൂന്നും കൂടി ഒന്ന് നമുക്ക് ചെറിയ തീയിലൊന്ന് താളിച്ചെടുക്കാം. ഈ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താളിച്ച ഈ മുളകും കറിവേപ്പിലയും നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. താളിച്ച ഇത് പെട്ടെന്ന് തന്നെ കറിയിലേക്ക് കൂട്ടിക്കുഴക്കരുത്. കുറച്ച് സമയം അവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് മൂടി വെക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള കറി ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്.